കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മന്ത്രി എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാൻ യാതൊരു ഉദ്ദേശവുമില്ലെന്ന് പിണറായി വിജയൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയും NCPയുടെ സീനിയർ ലീഡറുമാണ് ശശീന്ദ്രൻ. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസ്, കുട്ടനാട് MLA, മുൻ MLA ആയിരുന്ന മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാണ് NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ ആഗ്രഹം. ഇതിനായി ചാക്കോ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തുകയാണ്. പക്ഷേ ചാക്കോയ്ക്ക് അറിയില്ല ശശീന്ദ്രനും പിണറായി വിജയനും തമ്മിലുള്ള ആത്മബന്ധം. 1980 LDFിൽ വന്നതു മുതൽ PP ശശീന്ദ്രൻ CPM നേതൃത്വത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ വ്യക്തിയാണ്. ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്നും മാറ്റിക്കൊണ്ട് ഒരു ഇടപാടിനും പിണറായി വിജയൻ തയ്യാറായില്ല. PC ചാക്കോയല്ല, ഇന്ന് സാക്ഷാൽ ശരത് പവാർ പറഞ്ഞാൽ പോലും ശശീന്ദ്രനെ വിട്ടൊരു കളി പിണറായി വിജയനില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുകയും ലാവ്ലിൻ കേസൊക്കെ അദ്ദേഹത്തിനെതിരെ വരികയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ചാടിയിറങ്ങി പ്രതിരോധിക്കാൻ മുന്നിട്ടുണ്ടായിരുന്ന നേതാക്കളിൽ, ഇടതുമുന്നണിയുടെ ഘടകകക്ഷി നേതാക്കളിൽ പ്രധാനിയായിരുന്നു ശശീന്ദ്രൻ. അദ്ദേഹത്തെ 2 മന്ത്രിസഭകളിലും പിണറായി വിജയൻ മന്ത്രിയാക്കിയതും അതുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ മന്ത്രിസഭയിൽ തന്നെ പിണറായി വിജയനോട് വ്യക്തിപരമായി ഏറ്റവും അടുപ്പമുള്ള 1-2 പേരുടെ പേര് പറഞ്ഞാൽ അതിലൊന്ന് ശ്രീ ശശീന്ദ്രൻ്റെ ആയിരിക്കും. കാരണം മലബാറിലെ ഇടതു നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയനുമായി അത്രയേറെ വ്യക്തിബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും മാറ്റി തോമസ് കെ തോമസിനെ, അതും പിണറായി വിജയന് യാതൊരു താല്പര്യവുമില്ലാതിരുന്ന തോമസ് ചാണ്ടിയുടെ, കുവൈറ്റ് ചാണ്ടി എന്നറിയപ്പെടുന്ന തോമസ് ചാണ്ടിയുടെ അനിയൻ തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്ന് PC ചാക്കോ എത്ര വാശി പിടിച്ചിട്ടും കാര്യമില്ല. അതാണ് ശശീന്ദ്രൻ ധൈര്യപൂർവ്വം പറഞ്ഞത്, എന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ചാക്കോ വെറുതെ ഇരുമ്പിൽ കടിച്ച് പല്ല് കളയണ്ട. ചാക്കോ ശരത് പവാറിനെ പോയി പലതവണ കണ്ടു. ശരത് പവാറിനെയും പിണറായി വിജയനെയും തമ്മിൽ സംസാരിപ്പിക്കാനുള്ള ശ്രമമെല്ലാം നടന്നുവെങ്കിലും പിണറായി വിജയൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, ശശീന്ദ്രനെ വിട്ടൊരു കളിയില്ല. കാരണം പിണറായിക്കൊരു സ്വഭാവമുണ്ട്, പഴയ കാലത്ത് തൻ്റെ ഒപ്പം ഉറച്ചു നിന്ന ആളുകളുടെ എല്ലാവരെയും അദ്ദേഹം എപ്പോഴും കൂടെ നിർത്തും. ശശീന്ദ്രനാകട്ടെ കഴിഞ്ഞ 45 വർഷമായി, ഏതാണ്ട് 45 വർഷമായി ഇടതുമുന്നണിയുടെ ഒപ്പം തന്നെയാണ്. 1980 കോൺഗ്രസ് A വിഭാഗത്തിൻ്റെ MLA ആയി നിയമസഭയിലെത്തിയതിനു ശേഷം പൂർണ്ണമായും ശശീന്ദ്രൻ CPMനോടും ഇടതുമുന്നണിയോടൊപ്പമാണ്. A.K. ആൻ്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, PC ചാക്കോ അടക്കമുള്ള നേതാക്കളെല്ലാം കോൺഗ്രസ് A വിഭാഗം പിരിച്ചുവിട്ട് മാതൃസംഘടനയിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു പോയപ്പോഴും കോൺഗ്രസിലേക്ക് പോകാതെ ഇടതുപക്ഷത്ത് ഉറച്ചു നിന്ന പഴയ കോൺഗ്രസ് നേതാക്കളാണ് ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ. അവരെ ഒരിക്കലും CPM കൈവിടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊന്നും മനസ്സിലാക്കിയതാണ് PC ചാക്കോ ശരത് പവാറിനെ ഇടപെടിച്ച് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുമെന്നും ശശീന്ദ്രനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടുമെന്നൊക്കെ പറയുന്നത്. അതൊന്നും മറ്റൊന്നും കൂടെ നടന്നു. അതൊരു ആരോപണം മാത്രമാണ്. മനോരമ പോലത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അജിത് പവാർ വിഭാഗത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള MLA കൊണ്ടുപോകാൻ NCP പിളർന്നപ്പോൾ അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവുമായിട്ട് മാറി നിൽക്കുകയാണ്. അതിൽ ഔദ്യോഗിക വിഭാഗം ഇപ്പോൾ അജിത് പവാർ വിഭാഗമാണ്. അജിത് പവാറിൻ്റെ കൂടെ കേരളത്തിലുള്ള MLA കൊണ്ടുപോകാൻ, NCP MLA കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ജനതാദളിൻ്റെയൊക്കെ MLA കൊണ്ടുപോകാൻ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്താൻ തോമസ് കെ തോമസ് ശ്രമിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. ആ വാർത്ത പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും എന്ന് മാത്രമല്ല പിണറായി അക്കാര്യത്തിൽ വളരെ ക്രൂദ്ധനായി സംസാരിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. ഏതായാലും തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് അടുപ്പിക്കുന്ന പരിപാടിയില്ല എന്ന് പിണറായി വിജയൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്ന് വച്ചാൽ ശശീന്ദ്രനെ മാറ്റുന്ന കാര്യമില്ല. PC ചാക്കോ വളരെ ശക്തിയായി തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം മുന്നണി മര്യാദ അനുസരിച്ച് ഏത് ഘടകകക്ഷിയാണോ ഒരാളെ മന്ത്രിയാക്കണം തീരുമാനിക്കുന്നത് അയാൾ മന്ത്രിയാവുക എന്നുള്ളതാണ്. അല്ലാണ്ട് മുഖ്യമന്ത്രിയല്ല ഘടകകക്ഷികളുടെ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. അത് UDFിലും LDFിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ആ ഘടകകക്ഷികളുടെ നേതാക്കൾ അല്ലെങ്കിൽ ആ ഘടകകക്ഷികളുടെ സംസ്ഥാന പ്രസിഡന്റ് എഴുതി കൊടുക്കും ഇന്നയാളെ മന്ത്രിയാക്കണം, അങ്ങനെയുള്ള മന്ത്രിയാക്കും. അതാണ് മുന്നണി മര്യാദ. എന്നാൽ പിണറായിക്ക് ഇതൊന്നും ബാധകമല്ല. ശശീന്ദ്രൻ്റെ കാര്യത്തിൽ ശശീന്ദ്രനെ ഒഴിവാക്കിക്കൊണ്ട് യാതൊരു ഒത്തുതീർപ്പിനും താൻ തയ്യാറില്ല എന്നുള്ള കർശനമായ സന്ദേശം പിണറായി വിജയൻ PC ചാക്കോയ്ക്ക് നൽകി കഴിഞ്ഞു. PC ചാക്കോ അത് ശരത് പവാറിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. പക്ഷേ ശരത് പവാറിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ തീരുമാനമൊന്നും കടുത്തായിട്ട് എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും പ്രായവും ഒന്നും അനുവദിക്കുന്നില്ല. അദ്ദേഹം ഏറെക്കുറെ അപ്രസക്തനായ നിലയിലാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ. അപ്പോൾ ഏതായാലും ശശീന്ദ്രൻ
വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ വരുന്ന 2026 വരെ മന്ത്രിസഭയിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. കാരണം പിണറായി ആഗ്രഹിക്കുന്നു ശശീന്ദ്രൻ തൻ്റെ കൂടെ മന്ത്രിസഭയിൽ വേണമെന്ന്. പിന്നെ PC ചാക്കോ അല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാലും ശശീന്ദ്രനെ അവിടുന്ന് ഇളക്കാൻ സാധിക്കുകയില്ല.